ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉന്നതതല ബന്ധങ്ങൾ കണ്ടെത്തി പ്രത്യേക അന്വേഷണ സംഘം പോറ്റിയുടെ 2 ഫോണുകളുടെ CDR SIT ശേഖരിച്ചു. രാഷ്ട്രീയ നേതാക്കളും പോലീസ് ഉന്നതരും വരെ പോറ്റിയുടെ അടുപ്പക്കാരെന്ന് കണ്ടെത്തൽ. ഇവർക്കെല്ലാം പോറ്റിയുമായുള്ള ബന്ധം പ്രത്യേക അന്വേഷണ സംഘം വിലയിരുത്തി. ഇവരിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുള്ളവരെ കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണ്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, ഗുഡ് മോർണിംഗ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പലരുമായും ബന്ധമുണ്ട് എന്നത് SIT ഇതിനോടകം മനസ്സിലായിരിക്കുന്നു. ഈ ഫോൺ രേഖകളൊക്കെ പരിശോധിക്കുന്നു. ഇതിൽ നിന്നും സ്വർണ്ണക്കൊള്ളയുമായി നേരിട്ട് ബന്ധമുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമമാണല്ലോ SIT നടത്താൻ പോകുന്നത്. ഈ സ്വർണ്ണക്കൊള്ളയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ, ഉന്നത ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അവരിലേക്കുമൊക്കെ അന്വേഷണം പോകുമായിരിക്കുമോ? ഗുഡ് മോർണിംഗ് മോത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് SITക്ക് വ്യക്തമായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിനുമായി ബന്ധപ്പെട്ട ആസൂത്രണങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ അടൂർ പ്രകാശ് MPയുമായിട്ടുള്ള സൗഹൃദമൊക്കെ പുറത്തു വന്നതാണ്. കടകംപള്ളി സുരേന്ദ്രൻ പോറ്റിയുടെ വീട് സന്ദർശിച്ച വിവരങ്ങളും ഇന്നലെ പുറത്തു വന്നിരുന്നു. അത് കടകംപള്ളി സുരേന്ദ്രൻ അംഗീകരിക്കുകയും ചെയ്തു, സമ്മതിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത് ഈ കടകംപള്ളി സുരേന്ദ്രനും അടൂർ പ്രകാശനും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധം എന്നുള്ളതാണ്. വളരെ വിപുലമായ ഒരു ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന് വ്യക്തമായിരിക്കുന്നത്. ഇതിന് കൃത്യമായ തെളിവുകൾ SITക്ക് ലഭിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോണുകളിലെ വിശദാംശങ്ങളിൽ നിന്നാണ്. 2 ഫോണുകളുടെ CDRും അതുപോലെ തന്നെ ഫോണിലെ ചില ഫയലുകളുമാണ് SIT ശേഖരിച്ചത്. അതിൽ ഉന്നത ബന്ധങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിച്ചിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് ഈ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. മാത്രമല്ല, ഈ CDR 2 ഫോണുകളുടെ CDRൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, അതും ഫോൺ നമ്പറുകൾ, കോൾ വിശദാംശങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി, അതല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായും ഒപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും മറ്റ് ഉദ്യോഗസ്ഥരുമായും ചലച്ചിത്ര താരങ്ങളുമായിട്ടൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിപുലമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. ചിലരുമായി സാമ്പത്തിക ഇടപാടുകൾ അതുപോലെ തന്നെ ഭൂമി സംബന്ധമായ ഇടപാടുകളൊക്കെ ഉണ്ട് എന്നുള്ള വിവരങ്ങളും SIT കണ്ടെത്തിയിട്ടുണ്ട്. 2 ഫോണുകളുടെ CDRകളാണ് ശേഖരിച്ചത്. മാത്രമല്ല, ഈ ഫോണുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചില ശബ്ദരേഖകളൊക്കെ സൂക്ഷിച്ച് വെക്കുകയും ചെയ്തിരുന്നു. ഈ പണം കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പണമിടപാടിൻ്റെ വിശദാംശങ്ങളൊക്കെ. അപ്പോൾ ഈ അന്വേഷണത്തിൽ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോണിൽ നിന്ന് തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമാത്രമല്ല, വലിയ വിപുലമായ ഒരു അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതിൽ ഈ പോറ്റിയുടെ ഫോണുകളുടെ CDRുമായി ബന്ധപ്പെട്ട അന്വേഷണവും അതിൻ്റെ രേഖകളും അത് ഈ അന്വേഷണ സംഘ തലവനായ SP S ശശിധരൻ്റെ പക്കൽ മാത്രമാണ്. അത് കൂടുതൽ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ഷെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ അന്വേഷണം മുഴുവൻ SP-യുടെ നേതൃത്വത്തിൽ തന്നെയാണ് നടക്കുന്നത്. കാരണം ഇതിലെ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ അത് വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കും എന്നൊക്കെയുള്ള തിരിച്ചറിയൽ അന്വേഷണ സംഘത്തിലുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ വിവരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷണം നടക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ ഫോണുകളിൽ നിന്ന് ലഭിച്ച വിശദാംശങ്ങൾ, അതുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സൗഹൃദം പുലർത്തിയിരുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ, അവരെയൊക്കെ SIT വിളിച്ചു വരുത്തി മൊഴിയെടുത്തിട്ടുണ്ട്. ചിലരുടെ മൊഴി ഇനി എടുക്കാൻ പോകുന്നുണ്ട്. കാരണം ഏത് തരത്തിലുള്ള ബന്ധമാണ് ഇവർക്കൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ടായിരുന്നത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തൻ്റെ ഇത്തരം ഇടപാടുകൾക്ക് പലരെയും കരുവാക്കുകയായിരുന്നു എന്നാണ് SITക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. കാരണം വളരെ ചുരുക്കം ആൾക്കാരാണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് സഹായങ്ങളും സമ്മാനങ്ങളും അതുപോലെ തന്നെ പണവുമൊക്കെ ഉപഹാരമായി പറ്റിയ ആൾക്കാരുമുണ്ട്. അപ്പോൾ അവരൊക്കെ ഏത് രീതിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഉപഹാരങ്ങളൊക്കെ വാങ്ങിച്ചത് എന്നതൊക്കെയുള്ള വിശദാംശങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് സമാന്തരമായി. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ചില്ലറ കക്ഷിയല്ല. കേരളത്തിന് പുറത്തെയും പ്രധാനപ്പെട്ട ആൾക്കാരുമായിട്ടൊക്കെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ബന്ധം ഉപയോഗിച്ചുകൊണ്ട് സ്ഥിരമായി സൗഹൃദം സ്ഥാപിച്ചിരുന്നെന്നാണ് SITക്ക് വ്യക്തമായിരിക്കുന്നത്. ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെയായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? ഇതാരൊക്കെയായിട്ടായിരിക്കും എന്നത്? ആരൊക്കെ എപ്പോഴൊക്കെ എന്നുള്ള കാര്യങ്ങൾ അത് വിശദമായി പുറത്തു വന്നിട്ടില്ല. കാരണം അത് വളരെ രഹസ്യമായിട്ടാണ് ഈ അന്വേഷണ സംഘം ഈ CDR ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. അതിൽ തന്നെ ചില
മൊഴികളെടുത്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിശദാംശങ്ങൾ തേടുമ്പോഴാണ് ഇങ്ങനെ ഈ ഫോൺ രേഖകളിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം അന്വേഷണത്തിലേക്ക് SIT പോയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് വിവരം. കാരണം അത് ഒരുപക്ഷെ സ്വർണ്ണക്കൊള്ളയുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിരന്തരം സൗഹൃദമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അത് അവരുണ്ടാക്കിയ സൗഹൃദമാണോ, ഉണ്ണികൃഷ്ണൻ പോറ്റി തൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മറയാക്കാൻ, അതല്ലെങ്കിൽ അതിനുവേണ്ടി പല സ്ഥലങ്ങളിലും അയാൾക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണോ എന്നൊക്കെയുള്ളത് SIT പരിശോധിക്കുന്നുണ്ട്. ചിലതൊക്കെ അങ്ങനെ തന്നെയാണെന്നാണ് SIT വിലയിരുത്തിയിരിക്കുന്നത്. ഏതായാലും ഈ ഫോൺ വിളി രേഖകൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 2 ഫോണുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, അത് ഈ കേസിൽ ഏറ്റവും നിർണായകമാണ്. ഒരുപക്ഷെ ആറ്റം ബോംബ് എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഈ ഫോണുകളിൽ നിന്ന് SITക്ക് ലഭിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ തന്നെ പല കാര്യങ്ങൾക്കും പ്രധാനപ്പെട്ട തെളിവ് ഈ ഫോണുകളിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട്. അതിൽ ശബ്ദരേഖയായിട്ടൊക്കെ ചില ഫയലുകൾ സൂക്ഷിച്ചിരുന്നു. അതിലൊക്കെ കൃത്യമായ ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ശരി അനന്തൻ.